ഇന്ന് രാവിലെ തന്നെ ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് കിട്ടി. തൃശ്ശൂർ മണത്തല പള്ളിയുടെ അവിടെ നിന്ന് പൊന്നാനി പോകുന്ന റൂട്ടിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കസ്റ്റമറുടെ വീട്ടിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ കാണുന്ന റോട്ടിൽ നിന്ന് വെള്ളം കയറിയിട്ട് ആളുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ ചെളി കുത്തി നിൽക്കുന്നതെന്നാണ് കംപ്ലൈൻറ്റ് പറയുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആളെ കുറച്ച് സമാധാനിപ്പിച്ചു. ആൾ കുറച്ച് ചൂടായിട്ടായിരുന്നു നിന്നിരുന്നത്. നമ്മളെ പ്രശ്നം പരിഹരിക്കാനുള്ള പരിഹരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ നിങ്ങൾ പോയാൽ വീണ്ടും വെള്ളമാവും. അതന്നെ ഈ കാണുന്നതാണ് മണത്തല വാട്ടർ ടാങ്ക്. അപ്പോൾ ഈ മണത്തല വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ പുതിയ പൈപ്പ് ലൈൻ ഇൻ്റർ കണക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻ്റർ കണക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോൺക്രീറ്റിംഗ് വേണം. കോൺക്രീറ്റ് അറേഞ്ച് ചെയ്യാൻ അവർ വിളിച്ച് പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ വലിയ പൈപ്പ് ലൈനാണ്. ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന വലിയ പൈപ്പ് ലൈനാണ്. അങ്ങനെ കോൺക്രീറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വാൽവ് ഫിറ്റ് ചെയ്തതിന് ശേഷം പൈപ്പിൻ്റെ സൈഡിലായിട്ട് കോൺക്രീറ്റ് നിറച്ചു. അപ്പോൾ ഇനി ഫോഴ്സിൽ വെള്ളം വന്നാലും പൈപ്പ് തള്ളിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ നേരെ പോയത് ഓവുപാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഓവുപാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമ്മുടെ വെള്ളം പോകുന്ന ഒരു തോട്ടിൽ കല്ലുകൾ വീണിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി കൊടുക്കണം. അവിടെ തൊഴിലുറപ്പുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ JCB വന്ന് കല്ലെല്ലാം മാറ്റി. അപ്പോൾ ആ പണിയും കഴിഞ്ഞു. പിന്നീട് ഞാൻ നേരെ പോയത് എങ്ങണ്ടിയൂർ തിരുമംഗലം ടാങ്കിലായിരുന്നു. അവിടെയും ടാങ്കിൽ നിന്നുള്ള ഇൻ്റർ കണക്ഷൻ്റെ വർക്കുകൾക്കുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. എൻ്റെ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്.